നമ്മൾ പലപ്പോഴും ലജ്ജിതരായി തീരുന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഹല്ലേലൂയ ലോകത്തിലുള്ളവരെ ആശ്രയിക്കുകയും അവരുടെ പ്രോമിസുകളിൽ അവരുടെ വാഗ്ദാനങ്ങളിൽ നമ്മൾ മുഴുകി അവരെ ആശ്രയിച്ച് നിൽക്കുന്ന വേളകളിൽ അത്രേ ഒരു വ്യക്തി ഒരു ദൈവപദത്തിൽ ലജ്ജിക്കുവാൻ ഇടവരുന്നത്. Where do we put ourselves into the shame that where we put the trust upon the human and thinking that I will get favor from them? എന്നാൽ ദൈവത്തിന്റെ പ്രകാശിതമായ മുഖത്ത് നോക്കിയ ഒരു ദൈവ പൈതൽ പോലും ഇതുവരെ ലംഘിച്ചു പോയിട്ടില്ല എന്ന് വചനം വ്യക്തമായി പറയുന്നു. But we know that from the scripture, anyone who looked upon his face never been put to shame. അവരുടെ മുഖം പ്രകാശിതമായി തീരുകയത്ര ചെയ്യുന്നത്. Their face have been enlightened. അവരുടെ ഹല്ലേലൂയ ബാഹ്യമായ രൂപം എന്തു തന്നെയാണ് എങ്കിലും ദൈവത്തിന്റെ പ്രകാശം അവരുടെ മേൽ പതിക്കുമ്പോൾ അവരുടെ രൂപത്തിന് വ്യത്യസ്ത വരുമെന്ന് വചനം പറയുന്നു. Outwardly or physically, however they look, it doesn't matter. But when the glory of the Lord come upon them, they will be looking or they will be seen as a different person. മോശ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഇരുന്നിട്ട് താഴേക്ക് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവനെ കണ്ടവരുടെ മുഖം പോലും ഹല്ലേലൂയ മങ്ങി അവരുടെ മുഖത്ത് നോക്കുവാൻ കഴിയാത്ത തരത്തിൽ പ്രകാശജനിതമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. We know that Moses went on to the top of the mountain and he came back and returned to the valley and seen the people. The people couldn't even look at his face because his face was glorious. അവർ ദൈവത്തിന്റെ മുഖത്ത് അല്ലത്ര നോക്കിയത്, ദൈവത്തിന്റെ മുഖത്ത് നോക്കിയ ഒരുവന്റെ മുഖത്ത് നോക്കിയപ്പോൾ പോലും അവരുടെ മുഖം ഹല്ലേലൂയ നോക്കുവാൻ കഴിയാത്ത തരത്തിൽ മാറി എന്ന് പറയുന്നു. They did not look at the face of the God, but they had looked at the person who seen the glorious face of the Lord, and that's what they seen as a glory. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുന്ന ദൈവജനത്തിന്റെ മുഖം എത്രത്തോളം പ്രകാശമായി തീർന്നേ മതിയാകത്തുള്ളൂ. If it is that's the case that we are being in the prayer and fasting, how much more we should be glorious in the presence of the Lord.